പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറ്റിയ കിടിലമൊരു ഹോട്ടൽ. അതായത് നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മച്ചിമാർ വിളമ്പി തരുന്നത് പോലെ നമുക്ക് ഊണ് വിളമ്പി തരുന്ന ഒരു കിടിലം ഹോട്ടലാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ ഓടനാവട്ടം ജംഗ്ഷനിൽ നിന്ന് സ്വല്പം മുമ്പോട്ട് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് ഈ ഒരു ഹോട്ടൽ കാണാം. അതാണ്ട് വാഴയിലയിൽ ഊണ് റെഡി എന്ന് പറഞ്ഞാൽ മഞ്ഞ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി നാടൻ ചോറ്, നല്ല ചീനി, മീൻ, ബീഫ് കറി എന്ന് വേണ്ട നമ്മളെ നാവിലൂടെ വെള്ളം ഊറുന്ന ഊണാണ് ഇവിടെ. വാഴയിലാണ് ഇവിടെ ഊണ് വിളമ്പി തരുന്നത്. നമ്മളെ ചേച്ചിമാർ അമ്മച്ചിമാരൊക്കെയാണ് ഊണ് വിളമ്പി തരുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കയറി കാണാം കേട്ടോ. അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. കൊട്ടാരക്കരയൊക്കെ ഉള്ളവർ ഇങ്ങോട്ട് ഒരു 5 കിലോമീറ്റർ ഓടി വന്ന് ഇവിടെ നിന്ന് ഊണ് കഴിച്ചിട്ട് പോയാൽ അത് നമ്മളെ മനസ്സിനൊരു തൃപ്തിയാണ്, നമ്മളെ വയറിനൊരു തൃപ്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. അത്രയേറെ മനോഹരമായ നല്ല കിടിലം സ്വാദിഷ്ടമായ ഊണ് കിട്ടുന്ന ഒരു കടയാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിരുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ പൊതിച്ചോറ് വളരെ ഫേമസ് ആണ്. പൊതിച്ചോറും ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ നമുക്കൊന്ന് കാണാം. കമോൺ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, താണ്ട നമ്മൾ ഈ ഒരു ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു അമ്മച്ചി ചേച്ചിമാരൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടലാണ്. ഒരു ഗൃഹാന്തരീക്ഷത്തിൽ നമ്മളെ വീട്ടിലെ നമ്മളെ അമ്മമാർ നമുക്ക് ചോറ് വിളമ്പി തരുന്നവരെ ഈ ചേച്ചിമാർ നമുക്ക് ചോറ് വിളമ്പി തരും. നല്ല നാടൻ ഊണാണ്, വാഴയിലയിൽ ഊണാണ്. നമുക്കൊന്ന് കയറി കാണാം, ഒന്ന് കഴിക്കാം, കഴിച്ചിട്ട് അഭിപ്രായം പറയാം. വീഡിയോയിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരാം. എത്ര പേരുണ്ടെങ്കിലും ഇത്ര പേര് ഞങ്ങൾ ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചേച്ചിമാർക്ക് വിളിച്ച് പറഞ്ഞാൽ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചേച്ചിമാർ ചെയ്തു വയ്ക്കും. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. വാ, കമോൺ. വിനോദ് ചേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട് വിനോദ് ചേട്ടാ. ഇവിടുത്തെ ഊണ് എങ്ങനെയുണ്ട്? സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ, ഒരുപാട് സ്ഥലത്തൊക്കെ പോയി ഊണ് കഴിക്കുന്ന ആളാണല്ലോ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഊണ്? അടിപൊളി ഊണ്, സൂപ്പർ സൂപ്പർ. കറിയൊക്കെ ബീഫ് കറിയൊക്കെ ഉണ്ട്, സൂപ്പർ അടിപൊളി. മീൻ വറുത്തുണ്ട്, ചീനിയുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, ചമ്മന്തി ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അടിപൊളി അടിപൊളി ഊണാണ്, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് ഊണ്? ഗംഭീരമാണ്, ഗംഭീരമാണ്. എങ്ങനെയുണ്ട് ഊണ്? സത്യസന്ധമായ കാര്യം പറഞ്ഞോ. ഊണ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നല്ല ഊണോ? അതെ അതെ, രണ്ട് ചെറുപ്പക്കാരെ. ഊണ് എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട് ഊണ്? സൂപ്പറാണ്, സൂപ്പർ ഊണാണ് കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മൾ നല്ല ഊണ് കിട്ടുന്ന സ്ഥലമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തരുത്. അതായത് നമ്മൾ ഒരു ദിവസം ഊണ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു നേരം നമ്മൾ അരിയാഹാരം കഴിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഉച്ചയൂണെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഊണ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. വേണ്ട ചേച്ചിമാർ വേണോ എന്ന് ചോദിച്ച് വിളമ്പി കൊടുക്കുകയാണ് ചോറ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്കുള്ള ഉച്ചയൂടെ ചേച്ചിയൂടെ വിളമ്പിക്കൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. വാഴയിലാണ് ഊണ്. ചേച്ചി ചേച്ചി പരിപ്പുണ്ട്, പരിപ്പുണ്ട്, പപ്പടമുണ്ട്, പപ്പടമുണ്ട്, പച്ചടിയുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ മീൻ സ്പെഷ്യൽ കറിയുണ്ട്. ആഹാ, അടിപൊളി. മുളകൊട്ട കറിയുണ്ട്, പിന്നെ ബീഫ് കറിയുണ്ട്. ബീഫ് കറി നല്ല അടിപൊളി വിറകിൽ അടുപ്പിൽ ഉണ്ടാക്കിയ ബീഫ് കറിയാണ്. പിന്നെ മീൻ വറുത്തുണ്ട്. ഓക്കെ. പിന്നെ എന്തൊക്കെ ഒഴിച്ചേർന്നൊക്കെ ചേച്ചി? നെത്തോലി കറിയുണ്ട്. നെത്തോലി കറി എടുത്തോണ്ട് വാ ചേച്ചി. നെത്തോലി കറി അത് മാത്രം ചേച്ചി എനിക്ക് തന്നില്ല. എടുത്തോണ്ട് വാ ചേച്ചി. അതിപ്പോ കൊണ്ടുവരും ചേച്ചി. പിന്നെ മീൻ കറി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, മോരുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പള്ളി എല്ലാം ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഊണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഓടനാവട്ടത്ത് ഓടനാവട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് സ്വല്പം മുമ്പോട്ട് വരുമ്പോൾ ഇട സൈഡിൽ മഞ്ഞ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് വാഴയിലയിലെ ഊണ്, വീട്ടിലെ ഊണ്. ഓക്കെ, അടിപൊളി ഊണാണ്. എന്തായാലും കഴിച്ച് നോക്കാം. കഴിച്ചിട്ട് പറയാനാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകരൊക്കെ തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഊണ് കഴിക്കാം. കാര്യം നമ്മൾ കണ്ടപ്പം തന്നെ സത്യം പറഞ്ഞാൽ വായിലൂടെ വെള്ളം ഊറുകയാണ്. ഇനി അധികം നേരം സംസാരിച്ചിരിക്കാൻ പറ്റില്ല, കഴിച്ച് തുടങ്ങാം. ഒരുപാട് ആളുകൾ ഊണ് കഴിക്കാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിക്കാം. ഓക്കെ, അതാണ് നമ്മൾ ചോറിനകത്ത് പരിപ്പൊഴിച്ചിട്ടിരിക്കുകയാണ്. ഇച്ചിരി പപ്പടം കൂടെ ഇളക്കുന്നു. എന്നിട്ട് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം. അന്യ ഇനി വേണ്ടേ മീൻകറി. നല്ല മുളകിട്ട വിറകടുപ്പിൽ പാചകം ചെയ്ത മീൻകറിയാണ്. ആ മീൻകറി ചോറിനകത്ത് ഇളക്കുന്നു. അടിപൊളി കപ്പ, അത് വിറകടുപ്പിൽ വേവിച്ചാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു. അന്യം കാര്യം. മറ്റേ മുളകുണ്ടല്ലോ, ആ മുളകാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. അല്പം മീനെടുക്കുന്നു. അടിപൊളി ടേസ്റ്റ് കിട്ടും. വെറുതെ പറയുന്നതല്ല. നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഒരിക്കലും കൊള്ളാത്ത ആഹാരം കൊള്ളത്തിൽ നമ്മൾ ഒരിക്കലും പറയില്ല. കാര്യം സൂപ്പർ.
അന്യായം. പിന്നെ ബീഫ് കറി ഉണ്ട്, കാണിക്കാം. ഇതാണ്ടേ അടിപൊളി ബീഫ്. ഒരു രക്ഷയില്ല. വിറകടുപ്പിൽ നല്ല വെന്ത് വേവിച്ചെടുത്ത ബീഫ് കറി. അത് ചാറ് വെച്ച് കൂട്ടാം. ബീഫിൻ്റെ ചാറ് ആണ്ടേ അങ്ങോട്ട് ഇളക്കുന്നു, മിക്സ് ചെയ്യുന്നു. ആണ്ടേ ഈ കപ്പ എടുക്കുന്നു, കപ്പയും കൂടെ മിക്സ് ചെയ്യുന്നു. അന്യാണ് അന്യായം. ആണ്ടേ ഒരു രക്ഷയില്ലല്ലോ, കിടിലുമാണ്. ഇനി നമ്മളിതിനകത്ത് ടേസ്റ്റ് ചെയ്യാൻ സാധനം മീനാണ്. മീൻ വറുത്തത് നല്ല വിറകടുപ്പിൽ പാചകം ചേർത്ത വറുത്തെടുത്ത മീനാണ്. നമുക്ക് അല്പം ഇളക്കാം. ആണ്ടേ കഴിച്ചു നോക്കാം. ഓ അന്യാടോ, അടിപൊളി ടേസ്റ്റ്, ഒരു അസാധ്യ ടേസ്റ്റ്. എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചിമാർക്ക് സമയമില്ല. ചേച്ചിമാരവിടെ ഊണ് വിളമ്പി കൊടുക്കൊണ്ടിരിക്കുകയാണ്, അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു രക്ഷയില്ല ചേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ല വിറകടുപ്പിൽ വേവിച്ചെടുത്ത ബീഫ് കറി, മീൻ കറി, കപ്പ, അവിയൽ, പച്ചടി, തോരന്, നല്ല അടിപൊളി ചമ്മന്തി, പിന്നെ ഒഴിക്കാൻ പരിപ്പ്, അതുപോലെ തന്നെ പുളിശ്ശേരി, രസം, മോര്. ഒരു രക്ഷയില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെങ്കിൽ ഈ ചേച്ചിമാരുടെ അവിടുത്തെ ഈ ഒരു ഹോട്ടലിൽ വരണം, കഴിച്ച് നോക്കണം. ഇത് വെറുതെ പറയുന്നതല്ല, അന്യായം. എന്തായാലും കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. കാര്യം ഇവിടെ പൊതിച്ചോറുണ്ട്. പൊതിച്ചോറ് ഞാൻ പറഞ്ഞാണ്, നല്ല വാഴയിലേക്കകത്ത് നമ്മൾ ചമ്മന്തിയും മുട്ട പൊരിച്ചതും അതുപോലെ അനുബന്ധ തോരനും അച്ചാറ് ഒക്കെ വെച്ച് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പൊതിച്ചോറാണ്. അതൊക്കെ വേണ്ടവർ ഇതാണ് വീഡിയോയുടെ താഴെ ഇവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങൾക്ക് വന്ന് ആവശ്യം പോലെ നിങ്ങളുടെ മനസ്സിന് തൃപ്തി വരുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഊണ് കഴിക്കാം. അടിപൊളിയാണ്. ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യലുണ്ട്, പൊതിച്ചോറ്. പൊതിച്ചോറെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലെ കിടിലം പൊതിച്ചോറാണ്. നല്ല ചമ്മന്തിയും മുട്ട പൊരിച്ചതൊക്കെ വാഴയിലൊക്കെ വെച്ച് പൊതിച്ച് വെച്ചേക്കുന്ന സാധനമാണ്. നമുക്കറിയാം, പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ അമ്മമാർ ഈ പൊതിച്ചോറ് കെട്ടിത്തരും. ഉച്ച സമയത്ത് ഈ പൊതിച്ചോറ് കൊണ്ട് തുറക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണമാണ്. ഏതാ ആ പിന്നെ ചമ്മന്തിയുടെയും ആ മുട്ട പൊരിച്ചതിൻ്റെയും പിന്നെ തോരൻ്റെയൊക്കെ ഒരു മണം. അതൊരു രക്ഷയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ആ പൊതിച്ചോറൊന്ന് കാണാം. ചേച്ചി പൊതിച്ചോറുണ്ടോ ചേച്ചി? ആ അടിപൊളി. ഇതാണ്ട് ഇവിടുത്തെ പൊതിച്ചോറാണ് കേട്ടോ. ഇതിവിടുത്തെ സ്പെഷ്യലാണ്. നല്ല വാഴയിലേക്കകത്ത് ചമ്മന്തി, മുട്ട പൊരിച്ചത്, പിന്നെ എന്തൊക്കെയോ തൊടുകറികളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അങ്ങോട്ട് തുറന്നു ചേച്ചി, വെട്ടത്തോട്ട് കമോൺ. ഇതാണ്ട് നമുക്ക് ഇവിടെ വെച്ചൊന്ന് നോക്കാം ഈ പൊതിച്ചോറിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. നല്ല വാഴയിലേക്കതാണ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. എൻ്റെ പള്ളി ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, അടിപൊളി ചമ്മന്തി, നല്ല മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, പിന്നെ അവിയൽ, നല്ല ചീനി. ഓ, ഇത് തുറന്നപ്പം തന്നെ ഒരു മണം കൊണ്ട് അടിച്ചിങ്ങോട്ട് കയറുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഗൾഫിലൊക്കെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൊതി തോന്നും. കാര്യം ഞാൻ ദുബായിലൊക്കെ ആയ സമയത്ത് കാര്യം നമുക്ക് നാടൻ ചോറ് കഴിക്കാൻ വേണ്ടി ഒരുപാട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, അടിപൊളി പൊതിച്ചോറാണ്. ഇത് നിങ്ങൾക്ക് കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വെറുതെ പറഞ്ഞതല്ല. ഇത് ഇവിടെ നിന്ന് കാണുമ്പോഴും കഴിച്ചിട്ട് അനുഭവം കൊണ്ടുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. ഇവിടുത്തെ അടുക്കള നമുക്കൊന്ന് കാണാം. കമോ. ആഹാ, പ്രിയമുള്ള സുഹൃത്തുക്കൾ, കണ്ട നല്ല വിറകടുപ്പിലാണ് ഇവിടെ പാചകം ചെയ്തത്. അതുകൊണ്ടോ വിറകടുപ്പിലാണ് ഇവിടെ ആഹാരം പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ടേസ്റ്റ് കൂടുതൽ. ഈ പിന്നെ നമ്മളെ ഇറച്ചിക്കറിക്കും അതുപോലെ തന്നെ ചീനിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്.
കാര്യം വിറകടുപ്പിലാണ് ചെയ്യുന്നത് കണ്ടോ. നല്ല നീറ്റായിട്ടുള്ള അടുക്കളയാണ്. ചേച്ചിമാരൊക്കെ വളരെ തിരക്കിലാണ്. ചേച്ചി തിരക്കില്ല, ഒരു രക്ഷയില്ല. ചേച്ചി പറഞ്ഞ തിരക്കില്ല. ചേച്ചി ഞാൻ ഒരു കാര്യം വെച്ചിട്ടെ, പിന്നെ ഇത് എത്ര നാളെ തുടങ്ങിയിട്ട് ചേച്ചി? ഇത് രണ്ടാഴ്ച ചെയ്തേ. 2 ആഴ്ചയാണ് തുടങ്ങിയിട്ട്. അയ്യോ ചേച്ചി എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ട് ചേച്ചി ഇവിടെ? സ്പെഷ്യലായിട്ട് ഇറച്ചിക്കറിയുണ്ട്, പിന്നെ മീൻ വറുത്തമുണ്ട്, മീൻ കറിയുണ്ട്, സ്പെഷ്യൽ മീൻ കറിയുണ്ട്. അതല്ലേ? അപ്പൊ നമ്മൾ ഈ പാഴ്സൽ ഊണൊക്കെ ആരെങ്കിലും ഓർഡർ ചെയ്ത് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഇവിടെ ഞങ്ങൾ ഇവിടെ പൊതി കൊടുക്കും. ഊണ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. നല്ല കിടില ഊണാണ്. ധൈര്യമായിട്ട് വന്ന് കഴിക്കാം. ഓടനാവട്ടത്താണ് ഈ ഒരു കട. ഞാൻ ലൊക്കേഷൻ വേണമെങ്കിൽ കാണിച്ചു തരാം. വാഴയിലയിൽ ഊണ് റെഡി. ഓടനാവട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വെളിയത്തോട്ട് പോകുന്ന വഴിക്ക് ഈ വളവിലായിട്ടാണ് ഈ ഒരു കട. വന്ന് എല്ലാവരും ഒന്ന് ഊണ് കഴിച്ച് നോക്കുക. അടിപൊളിയാണ്. കുട്ടാനക്കര വാർത്തകൾ